ചോറ്റാനിക്കര മകം തൊഴുത ഭക്തജന ലക്ഷങ്ങൾ. അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രമുഖരിതമായ ക്ഷേത്ര സന്നിധി. ഇന്ന് രാത്രി 9:30 വരെയാണ് മകം തൊഴൽ. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, എന്താണ് മറ്റു വിശേഷങ്ങൾ? വിഷ്ണു, മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ചോറ്റാനിക്കര മകം തൊഴലിന് 2 മണിക്ക് നട തുറന്നു. ആ നട തുറന്നപ്പോൾ മുതൽ ഭക്തജന പ്രവാഹം തന്നെയാണ് ചോറ്റാനിക്കര അമ്മയെ ഒരു നോക്ക് ദർശിക്കാൻ വേണ്ടി സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ മകം നാളിൽ തന്നെ ദർശിക്കുക എന്നത് ഭക്തജനങ്ങളുടെ വലിയ ഒരു സായുജ്യമാണ്. അവരുടെ ഒരു പ്രാർത്ഥനകളുടെ അവസാനമാണ്, ഇതുവരെയുള്ള കാത്തിരിപ്പിൻ്റെ ഒരു അവസാനമാണ് എന്നതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു ഏകദേശം കണക്ക് വരയ്ക്കുമ്പോൾ മാത്രം 1.5 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ചോറ്റാനിക്കര മകം നാളിൽ 1.25 ലക്ഷത്തോളം ഭക്തജനങ്ങൾ മകം നാളിൽ ദർശനം നടത്തിയെങ്കിൽ ഇത്തവണ 1.5 ലക്ഷത്തിലധികം ഭക്തർ ചോറ്റാനിക്കരയിൽ മകം നാളിൽ ദർശനം നടത്തി മടങ്ങുമെന്ന് തന്നെയാണ് ഏകദേശ കണക്ക്. ആ കണക്കുകൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വലിയ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴലിൽ ദർശന പുണ്യം നേടി ഭക്തർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രാർത്ഥനാ നിർഭരമാണ് അവരുടെ എല്ലാം തന്നെ മനസ്സുകളെല്ലാം ഉള്ളത്. പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അവരുടെ എല്ലാം ചുണ്ടുകളിൽ മുഴങ്ങുന്നത് അമ്മേ നാരായണ ദേവി നാരായണ മന്ത്ര മുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ തന്നെയാണ് പ്രധാനമായും അവർക്കെല്ലാം തന്നെ ഉള്ളത്. അമ്മ ഇത് എവിടുന്നാ വരുന്നത്? എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ മാസം വരെ ഇടയ്ക്കൊക്കെ വരും. വരാറുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. 30ാമത്തെ കൊല്ലമാണത്. 30ാമത്തെ വർഷം. 36 വയസ്സ് തുടങ്ങി. 66 വയസ്സായി എൻ്റെ അമ്മയെ കാണാൻ വന്നത്. എല്ലാ മാസവും പോലും എൻ്റെ അമ്മയെ കാണാൻ. ഓരോ വർഷവും അമ്മയുടെ മകനാളി കാണുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? എനിക്ക് നല്ലത് തോന്നിച്ചിട്ടൊക്കെ. എനിക്ക് നല്ലത് എനിക്ക് തന്നിട്ടുള്ളൂ അമ്മ. എല്ലാം എനിക്ക് നല്ലത് എന്നെ അമ്മ തന്നിട്ടുള്ളൂ. ഞങ്ങൾ 10 വർഷമായിട്ട് അമ്മയെ കാണാൻ വരാറുണ്ട്. ഞങ്ങൾക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് അമ്മയെ കാണാൻ വരണമെന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം നല്ലോണം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വർഷമായിട്ടുള്ളൂ വരാൻ തുടങ്ങിയിട്ട്. നല്ല എനർജിയാണ് നമുക്ക് വരുമ്പോൾ. ആണ്. വീട് ചെങ്ങന്നൂരാ. ചെങ്ങന്നൂരാണ്. അമ്മയെ തൊഴാൻ വന്നതാ. അമ്പലത്തിൽ പൊതുവെ വരാറുണ്ടോ? ഉണ്ട്. രൂപത്തിൽ തന്നെ കാണാൻ പറ്റുമല്ലേ? ചോറ്റാനിക്കര അമ്മയെ സർവാഭരണ വിഭൂഷിതയായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം ആ ഒരു കാത്തിരിപ്പിന് തന്നെയാണ് നിമിഷങ്ങൾക്കകം വിരാമമാകുന്നത്. വലിയ തിരക്കാണ് ഇവിടെ ചോറ്റാനിക്കര. ഇപ്പോഴും റോഡ് വരെ നീണ്ട ഒരു ഭക്തലക്ഷങ്ങളെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അത്രയും ആളുകൾ മുഴുവൻ തൊഴുതിന് ശേഷമായിരിക്കും ഇന്ന് മകം തൊഴൽ അവസാനിക്കുക. രാത്രി 9:30 വരെയും ആളുകൾക്ക് ചോറ്റാനിക്കര അമ്മയെ ഇന്ന് മകന്നാളിൽ ദർശിക്കാനുള്ള ഒരു അവസരമുണ്ട്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. ഇന്നലെ പുലർച്ചെയും ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയും എല്ലാം തന്നെ ഇവിടെ എത്തിയ നിരവധി ഭക്തരുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത്, അവരെല്ലാവരും ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയെ തുറന്ന് ചോറ്റാനിക്കര അമ്മയെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്നെ അമ്മയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട്, അമ്മയ്ക്ക് മുന്നിൽ അർപ്പിച്ചുകൊണ്ട്, അതിനെല്ലാം പരിഹാരം അമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുക എന്നത് തന്നെയാണ് ഓരോ ഭക്തരുടെയും. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. സാധാരണ സ്ത്രീകളുടെ വലിയ തിരക്കാണ് ചോറ്റാനിക്കര മകം നാളിൽ ചോറ്റാനിക്കര അമ്മയെ കണ്ട് തൊഴാൻ ഉണ്ടാകാറുള്ളത്. എങ്കിൽ ഇത്തവണ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം തന്നെ കുട്ടികളും പ്രായമായവർക്കെല്ലാം പ്രത്യേകമായി തന്നെ പ്രത്യേക ക്യൂ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ അവർക്ക് തൊഴുന്നതിന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി. അങ്ങനെ എല്ലാത്തര മുൻകരുതലുകളും നേരത്തെ തന്നെ എടുത്തിരുന്നു. സുരക്ഷയ്ക്കായി 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഭാവങ്ങളിലുള്ള ചോറ്റാനിക്കരയമ്മ, വ്യത്യസ്ത ഭാവങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ചോറ്റാനിക്കരയമ്മ, ആ ചോറ്റാനിക്കരയമ്മയെ ദർശിച്ചു കഴിഞ്ഞാൽ അതിൽ
പരം വലിയ ഒരു നന്മയില്ല, പുണ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഭക്ത ലക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. 5 ഭാവങ്ങളിലൂടെയുള്ള ദേവിയെ തൊഴുതാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഭഗവതിയായ സരസ്വതിയായി പ്രഭാതത്തിലും ഒപ്പം തന്നെ ഭദ്രകാളിയായും ദുർഗാദേവിയായും എല്ലാം തന്നെ മാറുന്ന ചൊട്ടാനിക്കര അമ്മ 5 രൂപങ്ങളിൽ 5 ഭാവങ്ങളിൽ ചൊട്ടാനിക്കര അമ്മയെ അമ്മ ഉണ്ട്. ആ അമ്മയെ അതുകൊണ്ട് തന്നെ രാജരാജേശ്വരി എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ചൊട്ടാനിക്കര അമ്മ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയായ ചൊട്ടാനിക്കരയിൽ ദർശനം നടത്തുക, പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ആ ചൊട്ടാനിക്കരയിൽ മകം തൊഴുത് ദർശന പുണ്യം തേടി മടങ്ങുന്ന, ദർശന പുണ്യം തേടാൻ വേണ്ടി നീങ്ങുന്ന ഭക്തരെയാണ് നമുക്ക് ഈ കാഴ്ചകളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, നാനാ തുറകളിലുള്ള ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് അവർ എത്തിയിട്ടുണ്ട്. ആ ആളുകൾ എത്തിയിട്ടുണ്ട്. അവർ പ്രാർത്ഥനകളുമായി അവരെത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ട് മലയാളികൾ. ബാംഗ്ലൂരിൽ നിന്നടക്കമുള്ള മലയാളികൾ നേരത്തെ തന്നെ ഈ ക്യൂവിൽ ഇടം പിടിച്ച് ചൊട്ടാനിക്കര അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി ആ ക്യൂവിന്റെ ഭാഗമായി പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഭക്തരുടെയും മനസ്സിൽ ചൊട്ടാനിക്കര അമ്മയെ ദർശിച്ച് പ്രാർത്ഥനകൾ നേർന്ന് മടങ്ങുക, ആ നന്മ ആ മനസ്സുകളിൽ സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. ആ ഒരു കാത്തിരിപ്പിന്റെ നിമിഷങ്ങളിലൂടെ ഓരോരുത്തരും നീങ്ങുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.